അച്ചാറിടാനുള്ള കണ്ണിമാങ്ങ പറിക്കുന്ന തിരക്കിലാണ് ഞങ്ങൾ കേട്ടോ. അച്ചാച്ചൻ പറിച്ചിട്ടു, ഞങ്ങളെല്ലാവരും കൂടെ അത് പിറക്കി കൂട്ടി കവറിലാക്കി. ഒരു 100-150 പേർക്കുള്ള അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാനും കണ്ണനും കൂടി മാങ്ങ പറിക്കാണ്. ഇത്രയും മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ മാങ്ങ അരിയലായി. ഞാനും അമ്മയും കൂടെ രാത്രി കുറേ സമയം ഇരുന്നിട്ടാണ് അതൊന്ന് അരിഞ്ഞെടുത്തത്. അപ്പോൾ കുറേയൊക്കെ കേടുണ്ടായിരുന്നു കേട്ടോ, വീണിട്ട് ചതഞ്ഞു പോയിട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അരിഞ്ഞ് ഉപ്പിലിട്ട് തേച്ച് ഞങ്ങൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. എന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അച്ചാറിട്ടത് കേട്ടോ. അപ്പോൾ അച്ചാറിടാൻ വേണ്ടി അമ്മയുടെ വലിയ ഉരുളി എടുത്തു, അതിനകത്തോട്ട് നല്ലെണ്ണ ഒഴിച്ചു. അപ്പം നല്ലെണ്ണ ഒഴിക്കുകയാണെങ്കിൽ അച്ചാർ കേടാകാതിരിക്കും. പൊതുവെ എല്ലാവർക്കും അറിയാം അത് നല്ലെണ്ണയ്ക്കകത്ത് അച്ചാറിടുന്നതാണ്. പിന്നെ കുറേ കടുക് ഇട്ടു. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വെളുത്തുള്ളി ഇടുന്നത്, നന്നായിട്ട് മൂത്ത് കിട്ടണമല്ലോ. ഇഞ്ചി പെട്ടെന്നാവും, കനം കുറച്ച് അരിഞ്ഞിരിക്കുന്നതുകൊണ്ട്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി നന്നായിട്ട് മൂക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അമ്മ ഏറ്റവും ലാസ്റ്റാണ് ഇഞ്ചി ഇട്ടത്. നല്ലൊരു ബ്രൗൺ കളറാകുമ്പോഴാണ് നമ്മൾ കറിവേപ്പില ഇടേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ചിട്ട് വന്നു. പിന്നെ അമ്മ അതിനകത്തോട്ട് ഇട്ടു. അങ്ങനെ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി എല്ലാം മൂത്ത് കഴിഞ്ഞപ്പോൾ നമ്മൾ പൊടി ഐറ്റംസ് ഇടാൻ തുടങ്ങി. അപ്പോൾ ഒരു പാക്കറ്റ് 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് ഫുള്ള് മുളക് പൊടിയാണ് ഇട്ടത്. പ്രത്യേകം പറയുന്നത് കാശ്മീരി ചില്ലിയാണ് ഇട്ടത്. അപ്പോൾ പിള്ളേർക്ക് കഴിക്കാനുള്ളതുകൊണ്ട് ഒരുപാട് എരിവിടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് കാശ്മീരി ചില്ലി ഇട്ടു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടു. ഒരുപാട് ഉപ്പിട്ടില്ല, കാരണം മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് വെച്ചേക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ പൊടിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അതിനുശേഷം കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കണം. അപ്പോൾ ഈ നമ്മൾ ഇളക്കുന്ന സമയം ഗ്യാസ് ഓഫ് ചെയ്യണം, കാരണം ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് പിന്നുള്ള പ്രോസസ്സൊക്കെ. പിന്നെ ലാസ്റ്റ് ഒന്ന് ചൂടാക്കാൻ വേണ്ടി ഗ്യാസ് കത്തിക്കുന്നുള്ളൂ. അപ്പം അതിനുശേഷം നമ്മൾ മാങ്ങ ഇടുകയാണ്. മാങ്ങ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. മാങ്ങയിൽ നല്ലതായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ ചിലർ ആദ്യമേ കായമായിട്ട് തന്നെ ഇടും എണ്ണയ്ക്കകത്ത്. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ പരിപാടി. എന്നിട്ടൊന്ന് ചൂടാക്കണം കേട്ടോ ലാസ്റ്റ്. അപ്പോൾ നല്ല എളുപ്പമല്ലേ. എക്സ്ട്രാ വെള്ളമൊന്നും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.